ഈശംസിയായി സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ യാക്കോബ് ശ്ലീഹാ എഴുതിയ ലേഖനം 3-ാം 13 മുതലുള്ള വാക്യങ്ങളാണ്. നമുക്കറിയാം, യാക്കോബ് ശ്ലീഹായുടെ ലേഖനങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് വിശ്വാസത്തെക്കുറിച്ചും ജ്ഞാനത്തെക്കുറിച്ചും വചനം പാലിച്ച് ജീവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രയോജനത്തെക്കുറിച്ചുമൊക്കെയാണ്. അതുപോലെ തന്നെ വിശ്വാസവും പ്രവൃത്തിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും വളരെ ആധികാരികമായി തന്നെ യാക്കോബ് ശ്ലീഹായുടെ ലേഖനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മളിന്ന് ധ്യാനിക്കാൻ പോകുന്നത് യഥാർത്ഥ ജ്ഞാനം ലഭിച്ച വ്യക്തി എങ്ങനെയായിരിക്കും സമൂഹത്തിൽ ജീവിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ്. ഇതിനെക്കുറിച്ച് യാക്കോബ് ശ്ലീഹാ പ്രതിപാദിക്കുന്നത് 3-ാം 13 മുതലുള്ള വാക്യങ്ങളാണ്. ഈ വചനഭാഗത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്ക് വായിക്കാം. നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവൻ ആരാണ്? അവൻ നല്ല പെരുമാറ്റം വഴി വിവേകജന്യമായ പെരുമാറ്റത്തോടെ തൻ്റെ പ്രവൃത്തികളെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കട്ടെ. എന്നാൽ നിങ്ങൾക്ക് കടുത്ത അസൂയയും ഹൃദയത്തിൽ സ്വാർത്ഥമോഹങ്ങളും ഉണ്ടാകുമ്പോൾ ആത്മപ്രശംസ ചെയ്യുകയോ സത്യത്തിന് വിരുദ്ധമായി വ്യാജം പറയുകയോ ചെയ്യരുത്. ഈ ജ്ഞാനം ദൈവത്തിൽ നിന്നുള്ളതല്ല, മറിച്ച് ഭൗമികവും സ്വാർത്ഥപരവും പൈശാചികവുമാണ്. എവിടെ അസൂയയും സ്വാർത്ഥമോഹവും ഉണ്ടോ അവിടെ ക്രമക്കേടും എല്ലാ ദുഷ്കർമ്മങ്ങളും ഉണ്ട്. ജ്ഞാനത്തിൽ നിറഞ്ഞ് തൻ്റെ പെരുമാറ്റം വഴി വിവേകപൂർണമായ ജീവിതത്തിലൂടെ ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള ജ്ഞാനത്തിൻ്റെ ഗുണങ്ങൾ പകർന്നു നൽകണമെന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ നമ്മുടെ ഹൃദയം കടുത്ത അസൂയയും സ്വാർത്ഥമോഹങ്ങളും വന്നു നിറയുമ്പോൾ സ്വാഭാവികമായും ദൈവത്തിൽ നിന്ന് ലഭിച്ച ജ്ഞാനം അത് എൻ്റെ കഴിവിൻ്റെ ഫലമാണ് എന്ന് അഹങ്കരിക്കാനും ദൈവത്തെ തള്ളിപ്പറയാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ സമയത്ത് സത്യത്തിന് വിരുദ്ധമായി നിലകൊള്ളുകയോ ചെയ്യരുത് എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. കാരണം അങ്ങനെയുള്ള ജ്ഞാനത്തിൻ്റെ പ്രവൃത്തികൾ ദൈവത്തിൽ നിന്നുള്ളതല്ല, മറിച്ച് അത് ഭൗമികവും സ്വാർത്ഥപരവും പൈശാചികവുമാണ്. ജ്ഞാനത്തിൻ്റെ അസാന്നിധ്യത്തിലാണ് മനുഷ്യന് സ്വാർത്ഥപരമായും അഹങ്കാരത്തോടെയും പെരുമാറാൻ സാധിക്കുന്നത്. ദൈവിക നിയമങ്ങൾ മനസ്സിലാക്കാതെ അവയെ ധിക്കരിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ നിയമങ്ങൾ ഉൾക്കൊള്ളാതെ കുടുംബത്തിലും സമൂഹത്തിലും അസ്വസ്ഥതയുണ്ടാക്കുകയാണ് നാം അതുവഴി ചെയ്യുക. ജ്ഞാനത്തിൽ നിറഞ്ഞു ജീവിക്കുന്ന വ്യക്തിത്വത്തിൻ്റെ ഗുണവിശേഷങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അത് വിശുദ്ധി നിറഞ്ഞതായിരിക്കും, സമാധാനപൂർണവും വിനീതവും വിധേയത്വമുള്ളതും കാരുണ്യവും തൽഫലങ്ങളും നിറഞ്ഞതായിരിക്കും. നീർച്ചാലിനധികം നട്ടതും എന്നും ഫലം നൽകുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയായിരിക്കും അവനെന്ന് സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്. ജ്ഞാനത്തിൽ ജീവിക്കുന്ന വ്യക്തി എപ്പോഴും ഫലം നൽകുന്ന വ്യക്തിയായിരിക്കും. ദൈവത്തിന് പ്രീതികരമായി ജീവിച്ചുകൊണ്ട് തൽഫലങ്ങൾ സൃഷ്ടിക്കുകയും അങ്ങനെ തൻ്റെ ജീവിതത്തിലും കുടുംബത്തിലും സാമൂഹിക ജീവിതത്തിലും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ അവന് സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ ജ്ഞാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. ജീവിതത്തിൻ്റെ സങ്കീർണതകളെ ദൈവത്തിൻ്റെ ജ്ഞാനത്താൽ പരിഹരിക്കുന്നതിനും അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ സംഘർഷങ്ങളെ ലഘൂകരിച്ചുകൊണ്ട് സമാധാനപൂർണമായ ജീവിതം നയിക്കുന്നതിനും വിശുദ്ധിയിൽ ജീവിച്ചുകൊണ്ട് ദൈവസ്നേഹം സ്വീകരിക്കുന്നതിനും ആ ദൈവസ്നേഹം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നതിനും എളിമയോടും വിധേയത്തോടും കൂടി ജീവിച്ചുകൊണ്ട് കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും കെട്ടുറപ്പിന് വേണ്ടി നിലകൊള്ളുവാനും വേണ്ട കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശു ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി.